രാജേഷ് ആൻഡ് പ്രസീത, നിങ്ങളെ കണ്ടതിൽ വളരെ സന്തോഷം. രാജേഷ് പാട്ട് പാടുവോ? ഞാൻ പാട്ട് പാടൂല. ഇല്ല ഇല്ല, നമ്മൾ ഈ കലാപരിപാടി മാത്രമേ ഉള്ളൂ. കലാപരിപാടികള്. പ്രസീതയ്ക്ക് കലാപരിപാടി ഉണ്ടോ? മിമിക്രി, മോണാക്ട്. മിമിക്രി മോണാക്ട് എന്നല്ല, നാടകം ഉണ്ടായിരുന്നു. സ്കിറ്റ് സ്കിറ്റിലൊക്കെ ഇടയ്ക്ക് ഇവര് അമേരിക്കയില് ഷോയ്ക്ക് പോയപ്പോ രാജേഷ് ചേട്ടന്റെ സ്കിറ്റ് ഇങ്ങനെ കണ്ടിരിക്കാൻ ഇഷ്ടമായിരുന്നു. അപ്പൊ രാജേഷ് ചേട്ടൻ അവിടെ പാട്ട് പാടുന്നത് ഞാൻ കേട്ടായിരുന്നിട്ടാ. എന്റെ പാട്ടിന് കോറസ് പാടാൻ വേണ്ടി സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. വെറുതെ പാട്ടല്ലാതെ ഒറിജിനൽ പാട്ട് സോളോ പാടുന്ന കേട്ടില്ല. അമേരിക്കയിൽ എവിടെ വെച്ചാ കണ്ടത്? ഞങ്ങൾ അമേരിക്കയിൽ കുറച്ച് ഷോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ചു, ഈ ചാലക്കുടിന്ന് പറവർക്കുള്ളത് 8.5 കിലോമീറ്ററാ. അവിടെയുള്ള രണ്ടുപേര് കണ്ടുമുട്ടുന്ന അമേരിക്കയിലെ ന്യൂയോർക്കിൽ. പക്ഷെ അമേരിക്കയിലെ കഥ പറയാനുണ്ട്. സാറ് കഴിഞ്ഞ 1 കോടി കഴിഞ്ഞപ്പോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഷോ കഴിഞ്ഞ പ്രസീത അമേരിക്കയിൽ പോയിരിക്കുന്നു. 2 വട്ടം പോയി വന്നു. സാറേ താങ്ക് യു സോ മച്ച്. ഞാൻ പറഞ്ഞത് ഈ പ്രസീത ഇനി പിടിച്ചാൽ കിട്ടത്തില്ലെന്നാ പറഞ്ഞു. ഇങ്ങനെ പാറി പറന്ന് നടക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹെലികോപ്റ്റർ വാങ്ങിക്കുക. കാര്യം പ്രോഗ്രാം ഇപ്പൊ ഇത്രയും കിട്ടുന്ന ബുക്കിംഗ് അനുസരിച്ച് മനോജ് ഒരു ഹെലികോപ്റ്ററിന് ആവശ്യമുണ്ട്. കോഴിക്കോട് ആദ്യത്തെ ബുക്കിംഗ്, അടുത്ത ബുക്കിംഗ് തിരുവനന്തപുരം. ഫ്ലൈറ്റ് ഒന്നും സൗകര്യമായിട്ട് ഇല്ലല്ലോ, ട്രെയിനും ഇല്ല. അപ്പൊ പിന്നെ പ്രസീത സാധാരണ പ്രോഗ്രാം തുടങ്ങുമ്പോഴേ ഒരു പാട്ടുണ്ടല്ലോ അല്ലേ? ആ പാട്ടിലല്ലേ എല്ലായിടും തുടങ്ങുന്നത്? അതല്ലേ അതിലങ്ങ് തുടങ്ങിയാലോ ഐശ്വര്യമായിട്ട്. ആയിക്കോട്ടെ. ആദ്യം കഴിഞ്ഞ സീസണിലൊക്കെ പാടിയത് ബാലേട്ടൻ മോളലിടി എന്നുള്ള പാട്ടായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ അറുമുഖേട്ടൻ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. അപ്പം മണിച്ചേട്ടനും ഇല്ലല്ലോ. രണ്ടുപേരുടെയും കൂട്ടായ്മയിൽ ഉണ്ടായിട്ടുള്ള വേറൊരു പാട്ടാണ് ആലത്തുരമ്മായി മത്തി മുറിക്കുമ്പോ എന്നുള്ളൊരു പാട്ട്. ആലത്തുരമ്മായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച, ചാറ് തരാം പൂച്ചേ ചോറ് തരാം പൂച്ചേ, കത്തിവിട് പൂച്ചേ കാടാം പൂച്ചേ. ആലത്തുരമ്മായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച, ചാറ് തരാം പൂച്ചേ ചോറ് തരാം പൂച്ചേ, കത്തിവിട് പൂച്ചേ കാടാം പൂച്ചേ. തന്തിന താനാനെ താനാദിനന്ദാനെ, തന്തിന താനാനെ താനിന്നാനേ, തന്തിന താനാനെ താനാദിനന്ദാനെ, തന്തിന താനാനെ താനിന്നാനേ. ഈ പാട്ടിന്റെ പ്രത്യേകത ഉണ്ട്. ചില കെട്ടുകന്മാരുടെ സ്വഭാവം കൂടി പറയണ്ടട്ടാ. ഉച്ചക്ക് ഉണ്ണാനയാള് വരും പൂച്ചേ, തല്ല് കൊള്ളിക്കല്ലേ കാടാം പൂച്ചേ, മൂക്കറ്റം കള്ളെ കുടിച്ച് വരും നേരം നോക്കിയാലും ഇന്ത്യാലും കുറ്റാപ്പൂച്ചേ. ആലത്തുരമ്മായി മത്തി മുറിക്കുമ്പോ കത്തി പിടിച്ചു വലിച്ചു പൂച്ച, ചാറ് തരാം പൂച്ചേ ചോറ് തരാം പൂച്ചേ, കത്തിവിട് പൂച്ചേ കാടാം പൂച്ചേ. സൂപ്പർ സൂപ്പർ. പൂച്ചയ്ക്കും ഇങ്ങനെ ഒരു കഥയുണ്ട്, നമ്മൾ അറിഞ്ഞില്ല. അതെ, ഇപ്പോഴാണ് അറിയണത്. ഈ രണ്ടാമത്തെ വരി സ്വന്തം അനുഭവത്തിൽ നിന്ന് പാടിയതാണോ? അത് കറക്റ്റ് ആയിരിക്കും അല്ലേ? ഇവിടെ മൂകസാക്ഷിയായിട്ട് മനോജ് ഉണ്ട് ഇവിടെ. അത് മിണ്ടാത്ത വേറെന്നല്ല. 1 മാസം അമേരിക്കയിൽ ഇവര് ഇങ്ങനെ അറമാദിക്കലായിരുന്നു സാർ. അപ്പൊ എന്നേക്കാൾ കൂടുതൽ പറയാൻ യോഗ്യനായ മനുഷ്യനാണ് നിൽക്കുന്നത്. മധുസൂദൻ നായർ സാറിന്റെ വരിയായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിൽ. മുരുകുന്ന ഞാനാണ് മൂട്. അപ്പൊ രാജേഷ്, കാര്യങ്ങളൊക്കെ എങ്ങനെ ബുദ്ധിമുട്ട്? അമേരിക്ക എന്നാ വന്നത്? വന്നിട്ട് ഇപ്പൊ 2 മാസമായി. നിലത്ത് നിൽക്കാൻ സമയമില്ലാത്ത അവസ്ഥയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എപ്പോഴും നിലത്ത് തന്നെയാണ്. ഈ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ അമേരിക്കക്കാർ സഹി കിട്ടുകയാണ്. കാര്യം എപ്പോഴും ഒരു 10 ടീം അവിടെ ഉണ്ടാവും. ഒരു ടീം ഫ്ലൈറ്റ് കയറുമ്പോഴേ അടുത്ത ടീം വന്ന് അവിടെ ഇറങ്ങുകയാണല്ലോ. എപ്പോഴും നമ്മുടെ ചാലക്കുടിയിലൊക്കെ ആൾക്കാർ നിൽക്കുന്നില്ല, അവിടെ നിൽക്കില്ല. രാജേഷേട്ടൻ അവിടെ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ പ്രസീതൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി വന്നിട്ട് ഒറ്റ ഷോയ്ക്ക് വേണ്ടിട്ട് ഞാൻ പിന്നെയും പോയി. US വരെയോ? എങ്കിൽ പിന്നെ അവിടെ നിന്നാ പോരായിരുന്നു. നമ്മുടെ നാട് വിട്ടിട്ടൊരു കളിയില്ല. 2.5 മണിക്കൂർ ഷോയ്ക്ക് 28 മണിക്കൂർ യാത്ര അല്ലേ? എനിക്ക് തോന്നുന്നത് പ്രസീതയ്ക്ക് ഏറ്റവും അടുപ്പുള്ള ഒരാളായിരുന്നു കലാഭവൻ മണി. അതെ, പരിചയപ്പെട്ടത് രാമകൃഷ്ണേട്ടൻ വഴിയാണ്. രാമകൃഷ്ണേട്ടൻ ഞാനൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് രാമകൃഷ്ണേട്ടൻ നടന്നുപോയി പോയിട്ട് ഓടിച്ചെന്ന് ഞാൻ രാമകൃഷ്ണേട്ടാന്ന് പറഞ്ഞ കയ്യിൽ പിടിച്ചപ്പോൾ പറഞ്ഞു, രാമകൃഷ്ണേട്ടൻ എനിക്ക് ഒരു ആഗ്രഹമുണ്ട്, മണിച്ചേട്ടൻ ഒന്ന് സംസാരിക്കെങ്കിലും ചെയ്താൽ മതിയായിരുന്നു, കണ്ടിട്ടില്ലെങ്കിലും എന്ന് പറഞ്ഞപ്പോൾ വിളിച്ചു തരിക ചെയ്തേ. ചേട്ടൻ ആ സമയത്ത് വേറൊരു സിനിമയുടെ ഷൂട്ടിലായിരുന്നു ഒറ്റപ്പാലത്ത്. അങ്ങനെയാണ് മണിച്ചേട്ടനോട് ആദ്യമായിട്ട് സംസാരിക്കണത്. ആദ്യം ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ രാമകൃഷ്ണേട്ടൻ വിളിച്ചപ്പോൾ എന്നെ പറഞ്ഞു, പ്രസീത എൻ്റെ അടുത്ത് ചേട്ടാ ചാലക്കുടിയിൽ നിന്ന് തന്നെ പാട്ട് പറഞ്ഞ പ്രസീതയില്ല വന്ന് അവൾക്ക് കൊടുക്കുന്ന് പറഞ്ഞു. അങ്ങനെ ഹലോ പറഞ്ഞാൽ തുടങ്ങിയപ്പോൾ ചേട്ടൻ പറഞ്ഞു, നിന്നെ ഒരു പരിപാടിക്ക് ഞാൻ വിളിക്കുന്നുണ്ട്, എൻ്റെ ഒരു സിനിമയുടെ പൂജ വരണുണ്ട്, നമ്മൾ എന്തായാലും അന്ന് കാണൂട്ടാന്ന് പറഞ്ഞാണ് ആ ഫോൺ വെച്ചത്. പൂജയ്ക്ക് വിളിച്ചു. കലാഭവമണി 10ാം ക്ലാസ്സും കുസ്തി എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സിനിമയുടെ പൂജയ്ക്ക് ചാലക്കുടി പോയിട്ട് അന്നാണ് ആദ്യമായിട്ട് മണിച്ചേട്ടനെ കാണണേ. അദ്ദേഹത്തിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാടൻ പാട്ട് ഏതാ? തെക്കേപ്പുറത്തെ പ്ലാവുമെന്റോ പേ വരിക്കച്ചക്കുണ്ട് എന്നുള്ള പാട്ടാണ്. തെക്കേപ്പുറത്തെ പ്ലാവുമെന്റോ പേ വരിക്കച്ചക്കുണ്ട്, ആ ചക്കയുടെ കാര്യം അതോർക്കുമ്പോ തേങ്ങിടുന്നു പേ, ചക്ക മുറിച്ചിടണുണ്ട്, കൈത്തുണ്ടൻ കാട്ടിടണുണ്ട്,
ഇന്നോടങ്ങിടൻ്റെ പേച്ചെല്ലാന് തെക്കേ പുറത്തെ കുഞ്ഞിറത്തേക്കൊന്നു ചെല്ലാന് ചക്കാമുറത്തിലതിട്ട് പൊന്നുണ്ണീനെ തോളിലതിട്ട് മൂളിപ്പാട്ടു പാടിയ നേരം ഉണ്ണുറങ്ങി പൊന്നേ ആ ഉറക്കം പൊന്നും കട്ടെ സഹിച്ചൂടാ. ഓക്കെ, ഗുഡ് ഗുഡ്, വെരി ഗുഡ്. അടിപൊളി.